മയ്യത്ത് ഇങ്ങനെ കിടക്കല്ലേ, കേൾക്കൂ, അങ്ങനെ കേൾക്കുക, ഒരു അടങ്ങറ്, വിശ്വസിക്കാൻ ഒരു പ്രയാസം. വിശ്വസിക്കണം, മയ്യത്ത് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടങ്ങറ്. ആർക്ക്? സ്വതന്ത്ര ചിന്തക്ക് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം കഴിഞ്ഞു, ഇല്ല ഇല്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ തുടങ്ങാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. തുടങ്ങാണോ? തുടങ്ങാണോ. ഇനി അവസാനമില്ലാത്ത തുടക്കം, അസ്തമിക്കാത്ത ലോകത്തിന്റെ തുടക്കമാണ്, അവസാനിക്കാത്ത ലോകത്തിന്റെ തുടക്കമാണ് ഈ തുടങ്ങുന്നത്. ഇത് ചിന്തിക്കുമ്പോഴാണ് കേൾക്കോ എന്നുള്ള ചോദ്യത്തിന് എന്തർത്ഥമുണ്ട്. ഖബറിൽ ചോദ്യമുണ്ട്. അപ്പോ ഖബറിൽ ചോദ്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കത്തിക്കരിഞ്ഞു പോയാലോ? ഖബറിൽ ചോദിക്കുക എന്ന് പറഞ്ഞ പിന്നെ ഖബറിൽ ചോദിക്കാൻ പറ്റൂ? കത്തിക്കരിഞ്ഞു പോയില്ലേ, പിന്നെ ചോദ്യമുണ്ടോ? കടലിൽ മുങ്ങി മരിച്ചാലോ അവന്റെ ഖബറിൽ ചോദ്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? ധാരാളം സംശയം അറിയോ? യുക്തിവാദികളുടെ സംശയമാണ്. എവിടെ നിന്നൂടെ ഉത്ഭവിച്ച സംശയമാണിത്? ചോദ്യം ചെയ്യപ്പെടുന്നതും ശിക്ഷ അനുഭവിക്കുന്നതും ഈ ജഡമാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന്, ഈ ബോഡിയാണെന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ഡൗട്ടാണ്. മോനെ, എങ്ങനെ മരിച്ചാലും ഖബറടക്കുന്ന സിസ്റ്റം മാത്രമല്ല പരിശുദ്ധ ശരീഅത്ത്, ഈ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മറ്റു പല സംവിധാനങ്ങളും, പല സാഹചര്യങ്ങളിലും പല സംവിധാനങ്ങളുണ്ട്. അതിൽ ഖബറടക്കാത്ത സംവിധാനങ്ങളും ചില സംഭവങ്ങളിൽ ഉണ്ട്. അത് കടലിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഖബറിന്റെ സിസ്റ്റം അവിടെ ഇല്ല. അപ്പോൾ പിന്നെ അത് എവിടെയില്ല? മതം തന്നെ അങ്ങനെ പറയുന്നില്ല. മതത്തിൽ തന്നെ അങ്ങനെ ഒരു നിർബന്ധ കൽപ്പനയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അങ്ങനെയും ആവാം. അപ്പോൾ പിന്നെ എങ്ങനെ ചോദ്യം നടക്കും? അത് മതം തന്നെ തീരുമാനിക്കുന്നതാണ്. മതത്തിനറിയാം. മതം പറഞ്ഞത് എന്താണെന്ന് വിശദീകരിക്കേണ്ടത് മതത്തിന്റെ അനുയായികളാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഖബറിന്റെ സംവിധാനത്തിൽ മാത്രമേ നടക്കൂ എന്നല്ല പറഞ്ഞത്. ഈ ചോദ്യം ചോദിക്കപ്പെടുന്നത്, ശിക്ഷ അനുഭവിക്കുന്നത് അവനാണ്. അപ്പൊ ഈ ഇത് അവനല്ല, അവൻ പോയിരിക്കുന്നു. ഇത് മയ്യത്താണ്, ഇതവന്റെ ബോഡിയാണ്. അവൻ പോയിരിക്കുന്നു, ആത്മാവ് പിരിഞ്ഞിരിക്കുന്നു. ഉറങ്ങുമ്പോൾ ഒരു ആത്മാവ് പിരിയുന്നു. മരണത്തോടെ അവന്റെ രണ്ട് ആത്മാവും പിരിയുന്നു. റുഹാനി, രണ്ട് ആത്മാവും പിരിഞ്ഞു പോകുന്നു. പിന്നെ അവന്റെ ജഡവും ആത്മാവും തമ്മിലൊരു ബന്ധമുണ്ട്. ഇബ്നു ഖയ്യിം ജൗസി അത് പറയുന്നുണ്ട്. പിരിഞ്ഞ ശേഷം ഈ ബോഡിയുമായി ആ ആത്മാവിനൊരു ബന്ധമുണ്ട്. അപ്പുറത്ത് കാറ് നിർത്തിയിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് അവിടെ ആരെയും വരുമ്പോ ആ കാറ് ആരെങ്കിലും വല്ല ആവശ്യം എന്തെങ്കിലും കാണാൻ പറ്റിയ പോലത്തെ ഒരു ബന്ധം, ഈ ആത്മാവിന് ഈ ബോഡിയുമായി ഒരു ബന്ധം ഉണ്ട്. അത് എല്ലാവരും വിശദീകരിക്കുന്നതാണ്, എല്ലാവരും വിശ്വസിക്കുന്നതാണ്. ഒരു സലാം നടക്കുമ്പോൾ, ഒരു സലാം പറയുന്ന സമയത്ത്, ഈ ആത്മാവിന് ഒരു സലാം പറയുന്ന സമയത്ത്, ആ ഖബറിന്റെ അരികിൽ വന്ന് നമ്മൾ സലാം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ വിചിത്രമായ ചിന്താധാരയിൽ നിന്ന് ഒരു മുസ്ലിമിന് എങ്ങനെ മനസ്സമാധാനത്തോടെ അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും? മരിച്ച ശേഷം ഖബറിന്റെ അരികിൽ പോയി അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും ആരോടാണ് പറയുന്നത്? അപ്പൊ മരണം എന്ന് പറയുന്നത് അവസാനമാണെന്ന യുക്തിചിന്തകൾ വെടിയൂ, അത് തുടക്കമാണെന്ന് തിരിച്ചറിയൂ. മരണശേഷവും ആത്മാവുണ്ട്, ആത്മാവ് നശിക്കുന്നില്ല. ആ മരണത്തോടെ ആത്മാവ് ഒന്ന് വിട്ടു നിൽക്കുകയാ ചെയ്യുന്നത്, ഈ ബോഡിയിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാ ചെയ്യുന്നത്. ഈ ഭൂമിയിൽ നിന്നും ചെയ്യുന്ന അമലുകൾ ആത്മാവിന് അനുഭവിക്കാൻ കഴിയും. ഇവിടെ ഓതുന്ന ഖുർആന്റെ പ്രതിഫലം ആത്മാവ് അനുഭവിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്
ഒരു സദഖ കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ, ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് മരിച്ചുപോയ ആൾക്ക് ഉപകരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ട ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞുപോയി എന്നല്ല, ഉമ്മാക്ക് വേണ്ടി ഒരു കിണർ കുഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നു. അതാ ലി ഉമ്മി സഅദ്, അതാ ഈ കിണർ ഈ മയ്യത്തിന് കുടിക്കാനുള്ളതാണെന്നാണോ ഇതർത്ഥം? മയ്യത്തിന്റെ പിന്നാലെ കൂടുന്നവർ, ഖുബൂരികൾ, ഖബറാരാധകർ, നഷ്ടമേ. ഈ മതത്തിന്റെ പേരിലാണല്ലോ ഈ ശബ്ദങ്ങളെല്ലാം വരുന്നത്. എത്ര സങ്കടമുണ്ട്. ആലോചിക്കുക. പരിഹസിക്കല്ലേ? പരിഹസിക്കുന്നു. എന്തിനെ? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ജീവിതം, നിലനിൽക്കുന്ന ജീവിതം, അസ്തമിക്കാത്ത ജീവിതം, അവൻ ഇതുവരെ ജീവിച്ചതിന്റെ യഥാർത്ഥ അർത്ഥം കുറിക്കുന്ന ജീവിതം, ഇതിനർത്ഥം കൽപ്പിക്കുന്ന ജീവിതം, ആ ജീവിതത്തിലേക്ക് അവൻ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഖബറിന്റെ, മഹ്ശറയുടെ, ബർസഖിയായ ലോകത്തെ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു, നിസാരമായി തള്ളുന്നു. അതിനെ പരിഗണിക്കുന്നവരെ അവഗണിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇത് സത്യത്തിൽ ഒന്നാണ്. ഇത് യുക്തിചിന്തയുടെ സന്തതി മാത്രമാണ്. ഈ സ്വതന്ത്ര ചിന്തകളുടെ സന്തതികളാണിവർ, മറ്റൊന്നുമല്ല. അതിനാണ് ഞാൻ ഇത് പറയുമ്പോൾ ഇതെല്ലാം ഇതിൽ കയറി വരുന്നു, എല്ലാം ഇതുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ പിന്നെ അവൻ കേൾക്കും. ആര് കേൾക്കും? അവൻ കേൾക്കും. ആര്? മുമ്പുണ്ടായിരുന്ന ഓൻലേ, മുമ്പുണ്ടായിരുന്ന ഓൻലേ, മുമ്പ് ജനിക്കും മുമ്പുണ്ടായിരുന്ന ഓൻലേ, ആത്മാവ് അവനാണല്ലോ ഈ ബോഡിയിൽ വന്നത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ കേൾക്കുമല്ലോ. മരിച്ചു എന്ന് പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞില്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്തിന്? ഇന്നത്തെ ഇതുപോലത്തെ ഒരു രാത്രിയിലല്ലേ മുത്തുനബി പോയിട്ട് മൂസാ നബിയെ കണ്ടത് അലൈഹിസ്സലാം. അവിടുന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി. സുബ്ഹാനല്ലാഹ്. റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി. മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നു, നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ ഇതുപോലത്തെ ഒരു രാത്രിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. سريت من حرم ليلا إلى حرم سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മരിച്ചാള് പിന്നാലെ ഇങ്ങനെ കൂടെ എന്തത്? വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മൂസാ നബി ഖബറിൽ നിന്ന് നിസ്കരിക്കണേ ഞാൻ കണ്ട് ഇനിയിപ്പോ കണ്ടാ തന്നെ പറയണോ? ഇവരെ അളവുകോലുണ്ടല്ലോ ഓരോരുത്തരുടെ കയ്യിലും. അവരെ അളവുകോലിലൂടെ നോക്കുമ്പോ ഓരോ പുലിവാല്. നമ്മൾ കുബൂരികളാണ്, മരിച്ചതിന് ശേഷം പിന്നാലെ കൂടി മരിച്ചാൽ അങ്ങട്ടാണ് ഇങ്ങട്ടാന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞതിനെതിരെ പറഞ്ഞിങ്ങനെ റെഡിയായി വരുമ്പോ റഅയ്തു മൂസാ നിങ്ങൾ അവിടെ നിന്നാണ് പറഞ്ഞ പിന്നെ എന്താ കാട്ട്? അപ്പൊ ഇവര് വേറെന്തോ സ്ഥാപിക്കാൻ നടക്കുകയാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന ദീനല്ല ഇവർ പറയുന്നത്. അവിടെ നിന്ന് ഉദ്ദേശിച്ച വഴിയല്ല ഇവർ സ്വീകരിക്കുന്നത്. അവർക്ക് സങ്കടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ ചരിത്രം വിശുദ്ധ ഖുർആൻ ആ യാത്രയെ കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല.
ബാറക്നാ ഹൗല. ഒന്ന് ആലോചിച്ച് നോക്കി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകുന്നു ഇസ്രാ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഇലാ മാഷാ അല്ലാഹ്. അതാണ് മിഅ്റാജ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം നടക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിക്കുന്നു. ഈ ഖബറിന്റെ അരികിലേക്ക് പോയതിനെ കുറിച്ച് പറഞ്ഞത്, ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതിനെ കുറിച്ച് പറയുന്നത് ബാറക്നാ ഹൗല. അതിന്റെ ചുറ്റും ബർക്കത്തുണ്ട്. എന്താണ് അവത്? ആ ഉണ്ട എന്താണത്? ചൊല്ലാൻ വയ്യാത്ത എന്തെങ്കിലും ആണോ? എന്താ സംഭവം? ബാറക്നാ ഹൗല. എന്തിനാ സ്ഥലം സെലക്ട് ചെയ്തു? എന്തിനാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? ബാറക്നാ ഹൗല. അതിന്റെ ചുറ്റും ബറക്കത്തെടുത്തത്, ബറക്കത്തുണ്ടെന്ന് പറഞ്ഞത് ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. മഹാന്മാരായ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവിടെയുണ്ട്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. ഒരു സിയാറത്തിന് പോയതാണ്. എന്നിട്ടാണ് അല്ലാഹുവിലേക്ക് പോകുന്നത്. അല്ലാഹ് ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ നൂരിഹി കുല്ലും യജീഉ വയദ്ഹബു സ്വലാത്തും വതസ്ലീം. ഇനി കുഴപ്പമില്ല, പുതിയോല ആരും ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഉള്ള നമ്മൾ പോകാന്നാ മതിയല്ലോ. അല്ല, പോകാം. അല്ലാഹു സ്വീകരിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് കിട്ടലാണ് ഞാൻ ഉദ്ദേശിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത്. ഈ ഇരിക്കണം നിങ്ങളെ, ഞാൻ കാണണം നിങ്ങളെ, നമ്മൾ തമ്മിലാണല്ലോ സംസാരിക്കണം. പിന്നെ ഓൺലൈനിൽ ആരോ കേൾക്കണില്ല. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ആരോ കേൾക്കണില്ല, നമുക്കറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുഖഭാവവും നിങ്ങളുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് നിങ്ങളോട് പാടാൻ പറ്റുമോ പറയാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, അൽഹംദുലില്ലാ നമ്മുടെ ഒരു വിശ്വാസികളാണ് നമ്മൾ. നമുക്ക് മരിക്കുമെന്ന് ഉറപ്പുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. ഈ രാത്രി പവിത്രമായ ഒരു രാത്രിയാണ്. നമുക്ക് ഇതോടുകൂടി അവസാനിക്കുകയല്ല എന്ന ബോധമുള്ളത് കൊണ്ട് ഇടയ്ക്കിടക്ക് ചെറിയ രൂപത്തിൽ കുറച്ചൊക്കെ സ്വലാത്തും കുറച്ച് ദിക്റും ചൊല്ലി ഒരു അരമണിക്കൂർ കഷ്ടി നമുക്ക് ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് പിരിയ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇടയ്ക്കൊരു ഉണർത്തലുണ്ട്. ഈ യുക്തി സംഘങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ വല്ല ബോധ്യം ഉണ്ടെങ്കിൽ അതിന് ഈ ഇടയിൽ എണിച്ച് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നറിയിക്കുകയാണ്. എണിച്ച് നിന്നിട്ട് എനിക്ക് അങ്ങനെ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പഠിച്ചോൻ അങ്ങനെയൊക്കെ പ്രശ്നം ചൂടാവുന്ന ആൾക്കാർക്കും ഉതവളുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ സമയം കളയാതെ ഇവിടെ തന്നെ എണിച്ച് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നിടയിൽ അറിയിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കൂടുതൽ അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മൈക്കിന്റെ സമയം കഴിഞ്ഞ് ഒക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്കിത് പറയാനൊരു ഹര. അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ ഒക്കെ തിരിച്ചു വന്നു എന്നല്ല, 2-3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു എന്നല്ല, കൊല്ലം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് വന്നു എന്നല്ല, അന്ന് എത്തി കുറച്ച് മണിക്കൂർ അപ്പൊ തന്നെ തിരിച്ചെത്തി. എവിടേക്ക് പോയി വന്നു. എല്ലാരും കൂടി ചെറിയോട് ചെറി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ചങ്ങായിട്ട് വെറും ഇങ്ങനെ ചെറിയായിട്ട് ചങ്ങായിട്ടില്ല, വെറുങ്ങനെ ചിരിക്കുന്ന ചങ്ങായിട്ട് ഒരു കറാമത്തും ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ചിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചിരിക്കുക. അപ്പൊ എങ്ങനെ അന്ന് ചിരിച്ച് അന്നും ചിരിച്ച് അവൻ അന്നുണ്ടെങ്കിൽ അന്നും ചിരിക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഏതായാലും അന്ന് ചിരിച്ചു, ചിരിയോട് ചിരി. എന്താണ് കേൾക്കണത്? ഇവിടൊക്കെ പോയിട്ട് ഇന്നലെ തന്നെ എത്തി. സുബ്ഹാനല്ലാഹ്, ആകെ വിഷയം പ്രശ്നമായി, വിഷയമായി ആലോചിച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ ചില ആൾക്കാർ പറയാണ് അങ്ങനെ പ്രശ്നമാക്കണ്ട. എന്തിനാ നിങ്ങൾ പ്രശ്നമാക്കണേ? സ്വപ്നത്തിൽ ജസ്റ്റ് ഒന്ന് പോയി വന്നാൽ പിന്നെ എന്തിനാ നിങ്ങൾ പ്രശ്നം? മനസ്സിനെ എങ്ങനെങ്കിലും ഒരു സമാധാനിപ്പിക്കും. പെട്ടെന്ന് ഇങ്ങോട്ട് റാഹത്താക്കൂല. ഒരു മനസ്സിനോട് സുഖം കിട്ടാതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിക്കും. അതാണ് സ്വപ്നം. സ്വപ്നത്തിൽ കോഴിക്കോട് പോയെന്ന് വെച്ചാൽ സംഭവം അതിനുബന്ധി ചിരിക്കാൻ സ്വപ്നത്തിൽ എവിടേക്കാച്ച പോയിക്കോ, ഇജി പോയോണം പോയിക്കോ, ഇജി തിരിച്ചു വരണ്ട. ഇവിടെ എന്താ കുഴപ്പം? സ്വപ്നത്തിലല്ലേ പോണേ. ഇജി പോയിട്ട് തിരിച്ചു വരണ്ട. ഇജല്ലേ ഇജിവണ്ടല്ലോ, ഇജി പോയിട്ട് പിന്നെ തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞ ഇജി എന്നോടല്ലേ. സ്വപ്നം എന്തോ ആവട്ടെ, ആ ഒരു
ഒരു സ്വപ്നമാണോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ. യാ റബ്ബ്, വലിയൊരു സ്വപ്നം. അങ്ങനെയാണോ അതിനർത്ഥമാക്കേണ്ടത്? നമുക്ക് സമാധാനമായാൽ മതി, വിഷയം എന്തോ ആവട്ടെ. ഇതാണ് അതിന്റെ അർത്ഥം. ഒരു സമാധാനത്തിന് വേണ്ടി ചെറിയ കൈക്കറി നടത്തിയ ഒരാൾ പറയണ്ടല്ലോ, സമാധാനത്തിന് കൈക്കറി നടത്തിയ ആളുണ്ടല്ലോ, ആ മൂസാ നബിന്റെ കഥ പറയേണ്ടല്ലോ. അത് കണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമായപ്പോ ചെറിയൊരു തരകട നടത്തിയുണ്ടല്ലോ. അതിലുണ്ടോ? ഉണ്ടാവില്ല. അവർ കിടക്കട്ടെ, വലിയ വർക്കത്തുള്ള കാര്യം നല്ലത്. ഖുർആൻ ചെറുതായിട്ടൊരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് സമാധാനിപ്പിച്ചു. നൈൽ നദിയിൽ വടി കൊണ്ട് അടിച്ചു മൂസാ നബി. മൂസാ നബിയാണ് കടന്നുപോയി. നൈൽ നദി വഴി മാറിക്കൊടുത്തു. ഫിർഔൻ വന്നിട്ട് അപ്പെട്ടു. അപ്പൊ പിന്നെ അത് നൈൽ നദി വടി കൊണ്ട് അടിച്ചിട്ട് വഴി മാറി കൊടുക്കുന്നത് ചിരിയോട് ചിരി. അപ്പൊ ഇവർക്ക് തന്നെ ഒരു റാഹത്തില്ല. നേരത്തെ പറഞ്ഞിട്ട് നിങ്ങള് ശാസ്ത്രീയമായി ചിന്തിക്കണ്ടേ, ബോധ്യപ്പെടണ്ടേ? അവർക്ക് റാഹത്തിന് വേണ്ടി വരും തെരഞ്ഞു. അത് വേലിയേറ്റവും വേലിയിറക്കമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, വേലിയേറ്റം വേലിയിറക്കം. ആ സമയത്ത് നല്ല പരിചയ സമ്പന്നനായ ഒരാളങ്ങനെ നടന്നങ്ങനെ പോയപ്പോ അപ്പൊ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവർക്കും അല്ല, ഓനക്ക് ഈ പറയണവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആ പറഞ്ഞത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ. ആരാണ് റബ്ബ്? ആരാണ് റബ്ബ്? ഈ നൈൽ നദി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു പടച്ച ഒരു സൃഷ്ടിയാണ് ഈ നൈൽ നദി. ഈ സൃഷ്ടാവായ റബ്ബ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവന്ന നൈൽ നദിയിൽ സൃഷ്ടാവായ റബ്ബിന്റെ ദൂതൻ അവിടെ വടിയടിക്കാൻ സൃഷ്ടാവിന്റെ കൽപ്പന പ്രകാരം അടിക്കുമ്പോൾ ആ നൈൽ നദിയുടെ ഒരു പ്രത്യേക അവസ്ഥ അവിടെ അള്ളാഹു ഉണ്ടാക്കിയത് ഉൾക്കൊള്ളാൻ പറ്റാത്തവനെ ഇത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വേലിയേറ്റം പറയുന്നവൻ പടച്ച റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണോ? അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റാണോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത് പടച്ചതാരാ? ഈ നൈൽ നദിയെ അള്ളാഹുവാൻ. അത് ഞങ്ങൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കാത്ത നിന്നോട് ഖുർആൻ പറഞ്ഞിട്ടുമില്ല. പടച്ച റബ്ബാണ് സൃഷ്ടാവ്. വിഷയം കണ്ട, അതാണ് വിഷയം. വിട്ടാൽ നിങ്ങൾ ഞാൻ കൂടിയിട്ട് നിങ്ങളെ സമയം പോണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഞാൻ പറഞ്ഞത് വിഷയം മനസ്സിലായില്ല. നൈൽ നദിയെ പടച്ച റബ്ബ്, മൂസാ നബിയെ പടച്ച റബ്ബ്. സുബ്ഹാനല്ലാഹ്, എന്ത് അത്ഭുതങ്ങളാണെന്ന് നടന്നത് മൂസാ നബിയുടെ കാലത്ത്. എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്. എന്തൊക്കെയാ സംഭവിച്ചത്? ഇവിടെ വേറൊരു വിഷയം കേട്ടോ. ഇതൊക്കെ എവിടെ പറഞ്ഞതാ നിങ്ങൾ ചിന്തിച്ചോ? അവിടെയാണ് ഇതൊക്കെ പറഞ്ഞത്. തൗഹീദ് പഠിപ്പിക്കാൻ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അതൊക്കെ പറഞ്ഞേ. മൂസാ നബിന്റെ മദ്ഹ്, ഈസാ നബിന്റെ മദ്ഹ്, ഇബ്രാഹിം നബിന്റെ മദ്ഹ്. അതായത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ ഓടാണോ? പിടിച്ചോളിയോ ഞങ്ങൾ ഇതപ്പോണ് പിടുത്തം വിട്ട് ലെവല് തെറ്റി ഓടാണ് ഇവര്. ഇവർ പരിസരത്തിലേക്ക് നോക്കണില്ല, ഒന്നൊക്കെ നോക്കണില്ല. ഇപ്പൊ ഏതൊരു ചങ്ങായി ഇസ്ലാമിലേക്ക് വന്നിട്ട് തിരിച്ചങ്ങനെ പോയി നോക്കി. ഇസ്ലാമിലേക്ക് വന്നിട്ട് അങ്ങനെ പോയാലോ? ഇവൻ എവിടേക്കാണ് വന്നതെന്നുള്ളത് അവിടെയാണ് വിഷയം. അവൻ പുറത്തുനിന്ന് അങ്ങനെ കറങ്ങി, അതാണ് സംഭവം. അവൻ ഇവരുടെ തൗഹീദ് കേട്ടിട്ട് ഓന് ഇസ്ലാമാന്ന് വിചാരിച്ചിട്ട് അയക്ക് വന്ന് ഓ മക്കത്ത് പോയി. ഇപ്പൊ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ മക്കത്ത് പോയി വന്നപ്പോ തൗഹീദ് ഇത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഹിന്ദു തന്നെയാണ് നല്ലതെന്ന് മനസ്സിലായി, ഞാൻ ആ ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ വിശ്വാസധാരയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താ സംഭവം? മറുവയും സഫയുമാണ് അവിടെ. രണ്ട് മല, ഒരു മലയിൽ നിന്ന് വേറെ മലയ്ക്ക് നടക്കുക. ആ മല കുന്നുമന്ന് ഈ കുന്നുമക്ക്, ഈ കുന്നുമന്ന് ആ കുന്നുമക്ക്. എന്താണിത്? അവിടെ പടച്ചോണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലല്ലോ. ഇവിടെ അവിടെ ഇല്ലല്ലോ. ഒരു കുന്നുമലും പടച്ചോല്ല എന്ന് പറഞ്ഞാ കുന്നുമലല്ല പടച്ചോൻ, കുന്നല്ല പടച്ചോൻ. അജുറുൽ അസ്വദ് അത് പടച്ചോനല്ല, കഅബ പടച്ചോനല്ല. പിന്നെ എന്തിനാണ് ഇതിനൊക്കെ ചുറ്റും ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കുന്നത്? വെറുതെ ആവശ്യമില്ല. തൗഹീദിന്റെ വഴി വിട്ടിട്ടുള്ള ഒരു സഞ്ചാരമായിട്ട് എനിക്ക് തോന്നി. കാരണം അവൻ അങ്ങനെയാണല്ലോ ഓൻ കടന്നു വന്നത്. മറുവാസഫാക്കിടയിൽ ഇറങ്ങിക്കേറി മരണചിതം പോലെ ചെവിയിൽ പാറി. മറുവാസഫാക്കിടയിൽ ഇറങ്ങിക്കേറി മരണചിതം പോലെ ചെവിയിൽ പാറി. കുതറി മണലിൽ കാലടിക്കും കുഞ്ഞ്, കുഴിയായി ജലം പൊങ്ങിട്ടത് നിറഞ്ഞ്.
കുതറി മണലിൽ കാലടിക്കും കുഞ്ഞ്, കുഴിയായി ജലം പൊങ്ങിട്ടത് നിറഞ്ഞ്. എന്താ സംഭവം? സഭയുടെയും മറുവയുടെയും രണ്ട് കുന്നിന്റെയും ഇടയിൽ അന്ന് ഒരുപാട് മുമ്പ് ഹജറാ ബീവി ഒരു ചോര പൈതലിനെ തോളിലേറ്റി ഈ കുന്നിൽ നിന്ന് ആ കുന്നിലേക്കും തിരിച്ച് ഈ കുന്നിലേക്കും നടന്ന ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ആ ഹജറാ ബീവി അല്ലാഹുവിനെ സ്മരിച്ച് ഹാജറാ ബീവി നടന്ന കുന്നുകൊള്ളച്ചെല്ലാൻ പടച്ച റബ്ബ് കൽപ്പിച്ചിരിക്കുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിൽ നിന്ന് നിർഗളിച്ച സംസം എന്ന് പറയുന്ന ജലം ഇന്നും ലോക മനുഷ്യർ, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ചെന്ന് വാരി കുടിക്കുകയാണ്. തൊട്ടടുത്ത് മഖാമു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ഒരു മഖാമുണ്ട്. അവിടെ നിസ്കരിക്കാൻ പടച്ചോൻ കൽപ്പിക്കുകയാണ്. എന്താണ് തൗഹീദ് എന്ന് അറിഞ്ഞ് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കി തൗഹീദ് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് തിരിഞ്ഞ് എന്നിട്ട് വേണം പ്രചരിപ്പിക്കാൻ, എന്നിട്ട് വേണം ഇസ്ലാഹി പ്രവർത്തനം എന്ന പേരിൽ ഇറങ്ങാൻ. ഇതല്ലെങ്കിലോ എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കാതെ എന്തിനാണ് അമ്പിയാക്കൾ, എന്തിനാണ് ഔലിയാക്കൾ, എന്താണ് സ്മരണകൾ? അല്ലാഹുവിന്റെ ശആഇർ എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിന്റെ ശആഇറിൽ സഫയും മർവയും ഉണ്ട്. എന്തിനാണോ ഒരു സഫയുടെയും മർവയുടെയും ആവശ്യം? എന്തിനാണ് മഖാമു ഇബ്രാഹിം? അല്ലാഹുവിലേക്ക് തൗഹീദിലൂടെ സഞ്ചരിക്കാൻ, അല്ലാഹുവിലേക്ക് എത്താൻ ആ വിസാലിന് എന്തിനാണ് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി? അല്ലാഹു വിളിച്ചു വരുത്തുന്നു, ലോകരോട് മുഴുവനും പറയുന്നു വരാൻ, നടക്കാൻ, റൗണ്ടടിക്കാൻ, മുത്താൻ. ഇന്ന് യുക്തിവാദികളും അല്ലാത്തവരും ഇസ്ലാമിനെ പരിഹസിക്കുന്നത് എങ്ങനെ? അവിടെ കറങ്ങാൻ പോയിക്കാന്ന് പറഞ്ഞിട്ടാണ് യുക്തിവാദികൾ പരിഹസിക്കുന്നത്. ആ പരിഹസിക്കുന്ന യുക്തിവാദത്തിന്റെ കൂടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം അവരുടെ കൂടെയാണ്. തത്വത്തിൽ നിങ്ങൾ ഒന്നാണ്, രണ്ടല്ല. നിങ്ങളിൽ അവരിൽപ്പെട്ട അനുയായികൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. മഹാന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ശേഷവും മരണത്തിന്റെ ശേഷവും സ്മരിക്കപ്പെടുകയാണവർ. ഇന്നും അവരുടെ അത്ഭുതങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉറൂസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഖദർ അലൈഹി ഇസ്ലാമിന്റെ ഉറൂസ് നടക്കുകയാണ്. ഉറൂസ് നമ്മൾ നടത്തുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മദ്ഹ് പറയുകയാണ്, മൂസാ നബിയുടെ മദ്ഹ് പറയുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും പറയാണ്, എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ അറിയാൻ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണോ? മൂസാ നബി, അതെ. അപ്പൊ അള്ളാഹുവിലേക്കുള്ള വഴിയാണ് മൂസാ നബിയിലേക്കും ഈസാ നബിയിലേക്കും ഖദർ അലൈഹി ഇസ്ലാമിലേക്കുമുള്ള വഴി. അതിലെ കറാമത്തും മുഅ്ജിസത്തും ഈ അത്ഭുതങ്ങളും ഇതൊക്കെ പറഞ്ഞങ്ങനെ വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ, എന്നെ പിടിച്ചവർ ആരും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കവരെന്നോവർ. മുരീദീ തമസ്സക് ബി വകും ബി വാസിഖാ لا أحميك في الدنيا ويوم القيامة. ഇത് പറയുമ്പോ ഗൗസുൽ ആലം തങ്ങൾ എന്നെ പിടിച്ചോളി, എന്നെ പിടിച്ചവർ ആരും പേടിക്കേണ്ട. പിന്നെ അപ്പൊ നിങ്ങൾ നാളെ എന്നെ പിടിച്ചോർക്ക് ഞാൻ നിങ്ങളെ കാര്യം ഞാൻ നോക്കുന്നു. ഇവർക്ക് പറ്റണില്ല അവർക്ക്. എന്നിട്ട് ഇവര് ജീലാനി തങ്ങളിൽ നിന്ന് ക്ഷണിച്ചു, അമ്പിയാക്കളിൽ നിന്ന് വിളിച്ചു, പിടിച്ച് പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവരെവിടെ കെട്ടണ്ടെന്ന് മനസ്സിലാണില്ല. ഈ കുണ്ടന്മാർ എവിടെ കെട്ടണ്ടെന്ന് മനസ്സിലാണില്ല. അവരെ സ്വീപ്പായി പോയി. അവസാനം ഓല് പറഞ്ഞേ ഇതേ പാട്ട് ഗദ്യമാക്കിയിട്ടുണ്ട് ഒരു മൗലവി. അതൊന്നിട്ട് കൊടുത്താ ശ്രദ്ധിക്കണട്ടാ. ഇതിപ്പോ ഞാൻ പാടിയത് നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ അതൊരു ഗദ്യമായിട്ടൊരു മൗലവി പറയുന്നുണ്ട്. ഒന്ന് കേട്ടോളി.
മാറ്റി പറഞ്ഞതും തൗബ ചെയ്തതും അങ്ങനെ പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കാരണം ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി, ഈ ഉലമാ സംഘടനയിലേക്ക് മുജാഹിദ് പ്രവർത്തകരോട് വഹാബികളോട് ഓല നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ശരിയോ തെറ്റോ ഹല്ലി വല്ലി മുറിക്കാൻ പിടിച്ചോളി. അതാണ് പറഞ്ഞേ. നമ്മൾ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. ഇവര് പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം. അവർക്ക് ഔലിയാക്കളിൽ നിന്ന് മഹാന്മാരിൽ നിന്ന് ഈ അണികളെ പറിച്ചുകൊണ്ട് പോയിട്ട് ഏതാലയിലാണ് ഇവർ കെട്ടിയത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മുറിക്കാൻ പിടിച്ചോളി. എന്നിട്ട് പറയേണ്ടത് ശരിയാണോ തെറ്റാ നിങ്ങൾ നോക്കേണ്ടത് കാര്യം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം കറങ്ങിയിട്ടും അവസാനം സമാനിപ്പിക്കണ്ടേ? തഖ്ലീദല്ലാതെ ഒരു രക്ഷയില്ല. സമാധാനത്തിന് തഖ്ലീദല്ലാതെ രക്ഷ. അല്ലെങ്കിൽ കുടുംബം കലങ്ങുവേ. ഉമ്മാനോട് വാപ്പാനെ ചോദിക്കണ കോലം, വാപ്പാനോട് ഉമ്മാനെ ചോദിക്കണ കോലം, ആകെ ബഹളം. അവസാനം അതെ പറഞ്ഞാൽ കേട്ടാ മതി. അവസാനം അവിടേക്ക് എത്തി. എന്തിനീ ഗതികേടിലേക്ക് എത്തി? ആര് പറഞ്ഞു കേൾക്കണം? ഒരറിവുമില്ലാത്ത അന്ധമില്ലാത്ത ഈ കമ്മികൾ പറയുന്നത് കേൾക്കണമെന്നാണോ പറയുന്നത്? എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ആഖിറത്തിൽ നിങ്ങൾ കുടുങ്ങൂല. കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുത്തു. കുറ്റം നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ അതിന് ഗുണമിടുക, നിങ്ങൾ അതിനെ പിന്തുടരുക, അനുസരിക്കുക. അതാണ് ഒരു സംഘടനയോട് ചെയ്യാനുള്ളത്. പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കാരണം ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മുജാഹിദ് പണ്ഡിത സഭ തയ്യാറാണ്. അപ്പോൾ അവരെ അവിടെ അവസാനിപ്പിക്കാൻ അവന് ഖുർആനും സുന്നത്തും പോയി. ഖുർആനും സുന്നത്തും പിടിച്ചു കൊണ്ടുപോയതല്ലേ. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ജീലാനി തങ്ങളെ വിട്ടിട്ട്, മഹാന്മാരെ വിട്ടിട്ട്, ഔലിയാക്കളെ വിട്ടിട്ട്, സ്വാലിഹീങ്ങളെ വിട്ടിട്ട് വാ എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഖുർആനും സുന്നത്തും അവിടെ വെച്ച് ഞങ്ങളെ പിടിച്ചോ, ശരിയോ തെറ്റോ എന്ന് നോക്കണ്ട, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളും. ഇത് നിങ്ങൾ പറഞ്ഞപ്പോ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്നല്ല, ഞാൻ മുത്തുനബിയെ പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ സുന്നത്ത് മാത്രം ജീവിതത്തിൽ പകർത്തുന്നു, പടച്ചറപ്പിനെ പേടിച്ചു ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചാൽ ഞാൻ എന്റെ മുത്തുനബിയെ പിടിച്ചത് കൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. എന്റെ വഴി നിങ്ങൾ കയറിയാൽ, എന്റെ റൂട്ടിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ വഅദയാണത്. ആ വഴിയിൽ പ്രവേശിച്ചവനോട് പടച്ചറപ്പ് നൽകിയ വഅദയാണ്. അതാണ് ജീലാനി തങ്ങൾ ഏറ്റെടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും എന്റെ ഇച്ഛക്കു പറയുന്നതല്ല. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ മാനിലതെന്നോവർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അല്ലാഹു കൽപ്പിച്ചത് കൊണ്ടാണ്. അവിടുത്തെ നിർദ്ദേശം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ഖളിർ അലൈഹിസ്സലാം പറയുന്നുണ്ട്, വമാ ഫഅൽതുഹു അൻ അംദി. ഇത് എന്റെ സ്വന്തം പ്രവർത്തനങ്ങൾ അല്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഗൗസുൽ അളന്തങ്ങളും മഹാന്മാരായ മുഴുവൻ ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം അവരിലേക്ക് നമ്മൾ തിരിയുന്നത്, അവരെക്കൊള്ള നമ്മൾ അടുക്കുന്നത്, അവരിലേക്ക് നമ്മൾ ചൊല്ലുന്നത് അതൊരിക്കലും അല്ലാഹുവിൽ നിന്നുള്ള ഓട്ടമല്ല, അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞുള്ള നടത്തമല്ല. അത് ഫഫിറൂ ഇലല്ലാഹ് എന്ന അർത്ഥത്തിൽ, എന്നതിന്റെ ആ അർത്ഥവ്യാപ്തിയിൽ പെട്ടതാണ്. അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കലാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.